മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ ആയിരിക്കാൻ ഒരു ദിവസം കൂടി നമ്മളിനി ദൈവത്തോട് കൂടെ ആയിരുന്നാൽ മതി. അപ്പോൾ ഈ ദിവസം ശുഭകരമാകും. ഇന്നലെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇന്നലത്തെ ഓർത്ത് ദുഃഖിക്കേണ്ട. നാളെ നമ്മളുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ ഒരു ദിവസം ദൈവത്തോടു കൂടി ആരംഭിച്ച് ദൈവത്തോടു കൂടി പൂർത്തിയാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്ലാതെ ഈ ഒരു ദിവസത്തിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല. കാരണം ദൈവം അത്രമാത്രം കരുണ നമ്മോട് കാണിച്ചതിൻ്റെയാണ് ആയുസ് നീട്ടിത്തന്നത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് വരാം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് ഏറെ പ്രത്യേകമായി എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും. കാരണം ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നത് മുതിർന്നവരുടെ ജീവിതം കണ്ടിട്ടാണ്. കുഞ്ഞുങ്ങൾ വഴിതെറ്റാതെ യേശുവിനെ മോഡലായി കണ്ടുകൊണ്ട് ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന യേശുവിനെ പോലെ നല്ലവരായി വലിയവരായി വളർന്നു വരാനുള്ള കൃപയ്ക്ക് വേണ്ടി എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഇന്നേ ദിവസം ദൈവം തരുന്ന സന്ദേശം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയവും മനസ്സും നമുക്ക് ഒരുക്കാം. ഇന്നെന്താണ് കർത്താവേ ഞങ്ങളോട് സംസാരിക്കാനുള്ളത് നമുക്ക് ഹൃദയപൂർവ്വം ചോദിക്കാം. കർത്താവ് നൽകുന്ന സന്ദേശത്തിൻ്റെ പൊരുളറിഞ്ഞ് നമ്മിൽ തന്നെ മാറ്റം വരുത്തി നമ്മുടെ ജീവിതം കർത്താവിൻ്റേതാക്കി കർത്താവിനെ ലോകത്തിന് കൊടുക്കാൻ തക്ക വിധം ഹൃദയവും മനസ്സും നമുക്കൊരുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനിലൂടെ നൽകുന്ന വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അരുളി ചെയ്താലും അങ്ങയുടെ ദാസർ ശ്രവിക്കട്ടെ. ഞങ്ങൾ ശ്രവിക്കുന്ന വചനം ഫലങ്ങൾ നൽകത്തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളായിരിക്കേണ്ട അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ. അതിന് ഈ വചനം ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.
പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിന് അധികാരി വരുന്നു, എങ്കിലും അവൻ എൻ്റെ മേൽ അധികാരമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം. ലോകം ഇന്ന് ഏറെ ദാഹിച്ച് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. സമാധാനം ആണത്. ഇന്ന് മനുഷ്യർക്ക് സമാധാനമില്ല. ലോകം മുഴുവനും അത് വ്യക്തമാണ്. ഒരുതരം അസ്വസ്ഥത പടരുകയാണ്. വ്യക്തികൾക്ക് സമാധാനമില്ല, കുടുംബങ്ങൾക്ക് സമാധാനമില്ല, സമൂഹത്തിൽ സമാധാനമില്ല. മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിക്കുന്നു, വിഭാഗീയത വർദ്ധിക്കുന്നു, കൂട്ടായ്മ നഷ്ടപ്പെടുന്നു, സന്തോഷം പോവുകയാണ്. സ്നേഹത്തിൻ്റെ അരൂപി പോകുന്നതോടുകൂടി, സാത്താൻ ഉള്ളിൽ വസിക്കുന്നതോടുകൂടി ഭിന്നിപ്പ് വർദ്ധിക്കുന്നു. ഒരാൾക്കൊരാളെ കാണാൻ പറ്റാത്ത അവസ്ഥ. ഒരാൾ വളർന്നു പോകുന്നത് കാണുമ്പോൾ അസ്വസ്ഥത. മറ്റുള്ളവരെ ഓവർടേക്ക് ചെയ്യാനുള്ള പ്രവണത. ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും സ്വാർത്ഥതയും കൊടികുത്തി വാഴുന്ന അനുഭവം. ഇതിൻ്റെയൊക്കെ ഫലമാണ് സമാധാനം പോകുന്നത്. ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ സമാധാനം പോയി, സന്തോഷം പോയി. കാരണം ദൈവം ഇല്ല അവിടെ. ദൈവമുള്ളിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്. ഇന്ന് ഈ കുടുംബങ്ങളിലും മറ്റതുപോലെയുള്ള സമൂഹങ്ങളിലായാലും മതങ്ങളിലായാലും ഇതില്ലാതെ പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം വ്യക്തികളിൽ സമാധാനം നഷ്ടപ്പെടുന്നതാണ്. ഈ വ്യക്തി എപ്പോഴും കുടുംബത്തിലാണ്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ശിഥിലീകരണം, കുടുംബത്തിലെ ബന്ധ തകർച്ച ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മനുഷ്യരിലേക്കും വരികയാണ്. സമൂഹത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുടുംബത്തിലും എങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഈശോ ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്ന് വെണ്ടയ്ക്ക മുഴുപ്പിൽ മുൻവാതിലിൽ എഴുതി ഒട്ടിച്ചിട്ട് കാര്യമില്ല. ഈശോ ആ കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാവും, സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാവും, ജീവനുള്ള ഒരു അനുഭവം. അങ്ങനെയുള്ളവർക്ക് സമാധാനമുണ്ട്. ഇത് പലരും പരസ്പരം വളരുന്നത് കാണാൻ പറ്റുന്നില്ല. വിദ്വേഷവും അസൂയയും വെറുപ്പും പ്രതികാര ചിന്തയും തോൽപ്പിക്കണം എന്ന ചിന്തയും വളർന്നു വരുന്ന അനുഭവം. ഇവിടെയാണ് സമാധാനത്തിൻ്റെ പ്രസക്തി. സമാധാനം എന്ന് പറയുന്നത് ഇന്ന് നഷ്ടപ്പെടുന്നു,
അതിൻ്റെ പ്രതിഫലനമാണ് രാജ്യങ്ങൾ തമ്മിലും സംഘർഷം വർദ്ധിക്കുന്നതും. ഇന്നിപ്പോൾ ഇസ്രായേൽ നാസ യുദ്ധം, യുക്രൈൻ റഷ്യ യുദ്ധം, പലപ്പോഴും ലോക സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ മാർപ്പാപ്പ, മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യമാണ് യുദ്ധം നിർത്ത്. കുഞ്ഞുങ്ങളും ഒക്കെ തകർന്നു പോകുന്ന അനുഭവങ്ങൾ, നിരപരാധികൾ കൊല്ലപ്പെടുന്ന അനുഭവങ്ങൾ, എന്തൊരസ്വസ്ഥതയാണ്. ഇത്തവണ ലിയോ 14 പാപ്പ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഒക്ടോബർ മാസം ജപമാലയുടെ മാസമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ജപമാല ചൊല്ലുമ്പോൾ നിയോഗം വയ്ക്കേണ്ടത് സമാധാനത്തിന് വേണ്ടി ആയിരിക്കണമെന്ന്. 31 ദിവസം ഒക്ടോബർ മാസം മാത്രമല്ല, തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഒക്ടോബർ 1. തുടർന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും ജപമാലയിൽ ലോകസമാധാനത്തിന് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി, സമൂഹത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി, വ്യക്തികളിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, നിയോഗം വെച്ച്. ലിയോ പാപ്പായുടെ ആഹ്വാനമാണത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് യേശുവിൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൻ്റെ പ്രസക്തി. യേശു ലോകം വിട്ട് പോവുകയാണ്. അതുകൊണ്ട് അവസാനം ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ പെടുന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം, ശക്തി കിട്ടേണ്ടത് അവിടെയാണ്. ആ ശക്തി വിട്ടുപോകുമ്പോൾ, സ്നേഹത്തിൻ്റെ അരൂപി നമ്മിൽ നിന്ന് പോകുമ്പോൾ എല്ലാം നഷ്ടപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനെ തരാൻ തയ്യാറായി കർത്താവ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ഇതിൻ്റെ തന്നെ മറ്റൊരു വചനം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 14:1 കാണാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ദൈവത്തിലുള്ള വിശ്വാസം കുറയുമ്പോൾ മനുഷ്യനിലുള്ള വിശ്വാസവും പോയി. എവിടെ ദൈവത്തിൽ നിന്ന് അകലുന്നുവോ മനുഷ്യനിൽ നിന്നും അകലും. അപ്പം ദൈവത്തോടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിലുള്ള വിശ്വാസം. അസ്വസ്ഥതയുടെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിലുള്ള വിശ്വാസം കുറയുന്ന, വിശ്വാസ പ്രമാണം ചൊല്ലിയതുകൊണ്ടായില്ല. ആ ദൈവത്തിൻ്റെ വാക്ക്, ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു മനുഷ്യനിൽ നിന്നും അകലും. ആ ബന്ധ തകർച്ച അടിസ്ഥാന കാരണമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. യേശു എപ്പോഴാണ് ഏറ്റവും ആദ്യം സമാധാനം നൽകിയത്? യേശു ജനിച്ചു പിറന്ന് വീണപ്പോഴാണ്, മനുഷ്യനായി അവതരിച്ചപ്പോഴാണ്. അപ്പോൾ സ്വർഗത്തിൽ ദൂതന്മാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അതെപ്പോഴാണ് നഷ്ടപ്പെട്ടത്? പർദീസായിൽ. ഇത് രണ്ടും പോയി. ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു എന്നല്ല, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് സാത്താനെ ഉള്ളിൽ കയറ്റിയപ്പോൾ അവൻ്റെ സമാധാനം പോയി, സ്വസ്ഥത പോയി. ആ നഷ്ടപ്പെട്ട സമാധാനം വീണ്ടും കിട്ടുന്നത് ഈ ബന്ധം ശരിയാകുമ്പോഴാണ്. യേശു വന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ജനന സമയത്ത് ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതാണ്. ദൈവകൃപ ലഭിച്ചവർക്ക്, നല്ല മനസ്സുള്ളവർക്ക് ഇതാ സമാധാനം. ആ കർത്താവ് ഉത്ഥാനം ചെയ്തിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഏറ്റവും ആദ്യം പറയുന്നതും അതുതന്നെയാണ്, നിങ്ങൾക്ക് സമാധാനം. അത് പറഞ്ഞത് എപ്പോഴാണ്? യഹൂദരെ ഭയന്ന് കതകടച്ച് അകത്ത് ഇരുന്ന ശിഷ്യന്മാർക്കാണ് ഏറ്റവും ആദ്യം സമാധാനം കൊടുത്തത്. അവിടെ കൊടുത്തത്
യഹൂദരെ ഭയന്നാണെന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ ആ സാഹചര്യമൊന്നും പോയിട്ടില്ല. പക്ഷെ യേശു വന്നതോടുകൂടി അവർക്ക് ആ ഭയം വിട്ടുമാറി, അസ്വസ്ഥത മാറി, സന്തോഷമായി. സാഹചര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പക്ഷേ യേശു നൽകുന്ന സമാധാനം അത് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ സമാധാനം ഉൾക്കൊള്ളാൻ കഴിയുന്നത് യേശുവിനോട് ചേർന്നിരിക്കുമ്പോഴാണ്. യേശു 72 ശിഷ്യന്മാരെ അയച്ചപ്പോഴൊക്കെ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം അതാണ്: നിങ്ങൾ എവിടെ ചെന്നാലും സമാധാനം കൊടുക്കണം. ആദ്യം സമാധാനം സ്വീകരിക്കാൻ യോഗ്യമാണ് ആ കുടുംബമെങ്കിൽ സ്വീകരിക്കട്ടെ, ഇല്ലെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ. സമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇത് തന്നെയാണ്. അസ്വസ്ഥത മാറണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം വേണം. ദൈവകരങ്ങളിലാണ് നാം എന്ന വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം കുറയുമ്പോഴാണ് മനുഷ്യനിലുള്ള വിശ്വാസം പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചു അത്. നമുക്കറിയാം, പിടക്കോഴി, പരുന്ത്, കാക്ക അതുപോലെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുമ്പോൾ പിടക്കോഴി എന്ത് ചെയ്യുന്നു? ഒരു സ്വരം കേൾപ്പിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്ന ചിറകിനുള്ളിൽ അഭയം തേടും. ചിറകിനുള്ളിൽ കൂരിരുട്ടാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഭയമില്ല, കാരണം അമ്മയുടെ ചിറകിനുള്ളിലാണ്. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. പിതാവായ ദൈവത്തെ വിശ്വസിക്കാനും സ്നേഹിക്കാനും പറ്റുന്ന മനുഷ്യൻ, അവൻ മാത്രമേ മറ്റു മനുഷ്യരെ സ്വന്തം സഹോദരങ്ങളായി കാണുകയുള്ളൂ. അങ്ങനെ കാണുന്ന ഒരു വ്യക്തിക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഓരോരുത്തരും അവനവൻ്റെ ദൈവമായിട്ട് സ്വയം പ്രഖ്യാപിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശിഥിലമാകുന്ന ബന്ധങ്ങൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താക്കന്മാരാണ് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം ഇടുന്നത്. ഒരു കുടുംബമാണ് സമൂഹത്തിൻ്റെ ഹൃദയം എങ്കിൽ സമാധാനം അവിടെ തുടങ്ങണം, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തുടങ്ങണം. അപ്പോൾ ഈ മനുഷ്യബന്ധങ്ങൾ അകന്നുപോയത് വിളക്കി ചേർക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. അനുരഞ്ജനപ്പെടണം. സഹോദരങ്ങൾ തമ്മിൽ, അയൽക്കാർ തമ്മിൽ, അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾ തമ്മിൽ. ഈ ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നുണ്ട്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ്? അവർ ദൈവപുത്രന്മാരാണ്. അങ്ങനെയെങ്കിൽ സമാധാനം സ്ഥാപിക്കാതെ പ്രശ്നങ്ങളുണ്ടാക്കി ഭിന്നിപ്പിക്കുന്നതും കലഹത്തിന് കാരണമാകുന്നതും സമാധാനം നഷ്ടപ്പെടുത്തുന്നതും ആരാ? പിശാചിൻ്റെ മക്കൾ. അപ്പോൾ ശരിക്കും കൃത്യമായിട്ട് പറയുന്നു, സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എങ്കിൽ മറിച്ച് സമാധാനം നശിപ്പിക്കുന്നത് പിശാചിൻ്റെ, സാത്താൻ്റെ മക്കളാണ്. ചിലർ കുടുംബങ്ങൾ നരകമാക്കും. സമർപ്പിത സമൂഹത്തിൽ പോലും ചിലർ ആ സമൂഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന സാത്താൻ്റെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം സമാധാനത്തിന് വേണ്ടി. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അവിടുന്ന് നൽകിയ വചനത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികളെ, കുടുംബങ്ങളെ, അയൽവക്ക ബന്ധങ്ങളെ, മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങളെ, മതങ്ങൾക്കുള്ളിലെ ബന്ധങ്ങൾ, മറ്റു മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ, രാജ്യങ്ങളിൽ അവിടുത്തെ സമാധാനം, ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ലല്ലോ അവിടുന്ന് നൽകുന്നത്. ആ സമാധാനം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. അങ്ങനെ യഥാർത്ഥ സന്തോഷവും സമാധാനവും നിറഞ്ഞ പറുദീസ അനുഭവം ലോകത്ത് സംജാതമാകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന, പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗത്തെ, ലോകം മുഴുവനുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, അവിടുത്തെ ഛായയും സാദൃശ്യവും നഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ, ഇടവക മധ്യസ്ഥരായ വിശുദ്ധർ, സകല വിശുദ്ധർ ഇവരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവമേ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് മാതാവിൻ രൂപത്തിൽ ചാർത്താം. പ്രാർത്ഥനാമുറി വൃത്തിയാക്കി പ്രാർത്ഥിക്കുവാനായൊരുങ്ങാം. പ്രാർത്ഥനാമുറി വൃത്തിയാക്കി പ്രാർത്ഥിക്കുവാനായൊരുങ്ങാം. പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളെ കാണുവാൻ കുഞ്ഞുണ്ണീശോ ഓടിവരും. പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളെ കാണുവാൻ കുഞ്ഞുണ്ണീശോ ഓടിവരും. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. നന്മ ചെയ്തു നാം ജീവിച്ചിടാം. ഈശോയെ ഹൃത്തിൽ പൂജിക്കാം. നന്മ ചെയ്തു നാം ജീവിച്ചിടാം. ഈശോയെ ഹൃത്തിൽ പൂജിക്കാം. സ്നേഹത്തിൽ ഒന്നായി ചരിച്ചിടാം. ഈശോദൻ കുഞ്ഞുങ്ങളാകാം. സ്നേഹത്തിൽ ഒന്നായി ചരിച്ചിടാം. ഈശോദൻ കുഞ്ഞുങ്ങളാകാം. പൂക്കൾ പറിച്ച്
പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോ തൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോ തൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് മാതാവിൻ രൂപത്തിൽ ചാർത്താം. നമ്മുടെ വചനത്തിൽ നമ്മൾ ശ്രവിച്ചതുപോലെ തന്നെ കർത്താവിൻ്റെ ആ ആശീർവാദവും സമാധാനവും നമുക്ക് സ്വീകരിക്കാം. സഭയോടും സഭയെ നയിക്കുന്ന മാർപ്പാപ്പായോടും എല്ലാ കർദിനാൾമാരോടും മെത്രാപ്പൊലീത്താമാർ, മെത്രാന്മാർ, പുരോഹിതർ, സമർപ്പിതർ, അതുപോലെ ആത്മായ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് ഒരുക്കത്തോടു കൂടി താല്പര്യപൂർവ്വം സന്തോഷത്തോടെ ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമാധാനം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ലോകമെമ്പാടുമുള്ള എല്ലാ മരിയൻ കൂടാരങ്ങളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകളോടൊപ്പം ഒരു ജപമാല ചൊല്ലി ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിനും ഗുഡ്നസ് TV-യുടെ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ മറക്കരുത്. നിങ്ങൾക്ക് ഇന്നൊരു ദിവസം, ഈ ഒരു ദിവസം ഏറ്റവും ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭദിനം. നന്ദി.